അതായത് ഒരു ഉണ്ടായ കഥ പറയാം. അതായത് ഒരു കുട്ടി അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഇന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതെന്ന്. അപ്പം ആ അമ്മ ആ കുട്ടിയോട് പറയാണ്, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ എൻ്റെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ ആ മകൻ അമ്മയോട് ചോദിക്കട്, അമ്മേ അമ്മക്ക് അപ്പം ആ മകൻ തന്നെയാണ് ചോദിക്കണത്, അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞാൽ പോരെ മകനെ നീ എൻ്റെ അടുത്തേക്ക് വാന്ന്. അപ്പം ആ അമ്മ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, അങ്ങനെ വന്നിട്ട് കാര്യമില്ല, അത് ദൈവത്തിനോട് പറയണം, ദൈവമാണ് അത് കൊണ്ടുവരേണ്ടതെന്ന്. മനസ്സിലായോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൂടെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഈ മതങ്ങളും സമുദായങ്ങളും സംഘടനകളും മനുഷ്യനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യർ തമ്മിൽ, അതായത് കൂടെ ജീവിക്കേണ്ടവർ തമ്മിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം അവർ പരസ്പരം അകന്നിരിക്കാൻ കാരണം ഇന്ന് ഇവിടെയുള്ള മതങ്ങളും ഗുരുക്കന്മാരും ഈ പറയുന്ന ദൈവങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളിപ്പോൾ ഒരാൾക്ക് വിശക്കുമ്പം അല്ലെങ്കിൽ ഒരാൾക്ക് ബാത്റൂമിൽ പോകാനുണ്ടാവുമ്പം ഒരു ദൈവത്തെയും അവർ കാത്തു നിൽക്കണില്ല. കാരണം അവനവൻ്റെ കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ചെയ്യാൻ ആരും ഒരു ദൈവത്തിനെയോ അല്ലെങ്കിൽ ഒരു ദൈവികമായ അവസ്ഥയോ ഇന്ന് കാത്തു നിൽക്കണില്ല. ബാത്റൂമിൽ പോകാൻ മുട്ടുമ്പം അപ്പം തന്നെ ബാത്റൂമിലേക്ക് പോകും. അല്ലെങ്കിൽ ഉറക്കം വരുമ്പം കിടന്നുറങ്ങാനുള്ള സാഹചര്യങ്ങൾ, വിശക്കുമ്പം ഒരാളും ദൈവത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഭക്ഷണം എടുത്ത് തരുന്നൊരു ഭാഗമില്ല. അപ്പോൾ ആ ഭാഗം നമ്മൾ ചർച്ചയിൽ വരുമ്പം അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അതിനെല്ലാം ദൈവം നമ്മളെ പ്രാപ്തനാക്കിയിട്ടുണ്ട് പോയി ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് ദൈവം പ്രാപ്തരാക്കി വിട്ട ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുകയും, എന്നാൽ മറ്റ് ചില കാര്യങ്ങളിൽ നമ്മൾ എവിടെയാണ് അകപ്പെട്ടു പോയതെന്ന് ശ്രദ്ധിക്കാൻ സാധിക്കാതെ ആ അകപ്പെട്ടു പോയ വിഷയത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവിടെ നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുമ്പം അവിടെ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ എത്രത്തോളം വലിയ ട്രാപ്പിലാണ് എന്നുള്ളത്. കാരണം ആ ട്രാപ്പിലാണ് എന്നുള്ള ഭാഗം തിരിച്ചറിഞ്ഞാലും ചെറുപ്പം തൊട്ടേ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ പഠിപ്പിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കണില്ല. അപ്പം വളരെ നമുക്ക് സമയം കിട്ടും. ചിലപ്പോൾ എല്ലാവരുടെ ഉള്ളിലും അവർക്കത് അറിയുന്നൊരു പാർട്ട് അവരിലുണ്ടാവും. പക്ഷെ അവരിലുള്ള ആ അഹങ്കാരം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അവരിൽ പോപ്പപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത് മൂലം അവരിലുള്ള ആ ദൈവികമായ അവസ്ഥ അവരിൽ നിന്ന് മാറിപ്പോവാണ്. അതായത് ഈ ശരീരത്തിൽ എപ്പോഴാണോ ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ ആ ആത്മാവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ നിരന്തരം തുടർന്ന് എനിക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ചുറ്റുപാടുമുള്ള ബന്ധങ്ങളോ എനിക്കുള്ള മതങ്ങളോ എൻ്റെ ഗുരുക്കന്മാരോ ഒന്നുമല്ല. എനിക്ക് വേണ്ടതെല്ലാം ഇതിലേക്ക് തന്നയച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിലുള്ള ആ അവസ്ഥയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ എനിക്ക് ഞാനെന്ന് പറയുന്ന അവസ്ഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം എനിക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്രത്തോളം ഞാനെന്ന് പറയുന്ന അഹങ്കാരം മാറ്റി നിർത്തിയിട്ട് എല്ലാവരിലുമുള്ള ഈ ഞാൻ, അതായത് ഈ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമേ, അതൊരിക്കലും മനുഷ്യന്മാരുണ്ടാക്കിയ ഒരളവുകോല് വെച്ചിട്ട് ആ നമ്മളെന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഉണ്ടാവാൻ കാരണമായ ആ വ്യവസ്ഥയുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ശരീരത്തെ നമുക്ക് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ആ പെട്ടെന്നുണ്ടാവുന്ന ആ ടെമ്പററി വൈബ്രേഷൻ്റെ വൈബിൽ നമ്മൾ നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത വിധം നമ്മളിൽ നിന്ന് അകലും. മനസ്സിലായോ? കാരണം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങൾ വണ്ടർഫുൾ ലിവിങ് ആണെങ്കിലും ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, ഇത് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കി കളയും. മനസ്സിലായോ? മനസ്സിൽ ആക്കിക്കളയും. ഇത് മനസ്സിലാക്കി കളയാനുള്ള സംഗതിയല്ല.
ഇത് ഓരോ സ്റ്റെപ്പിലും എൻ്റെ ഭക്ഷണവും എൻ്റെ വിശ്രമവും ഞാൻ എങ്ങനെയാണോ എന്നെ അനുഭവിക്കുന്നിടത്തുനിന്ന് എന്നെ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ഇതിൽ നിന്നും പതുക്കെ പുറത്ത് കടന്ന് നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റൊരാൾ ഇങ്ങനെയാണോ അല്ല അങ്ങനെയാണെങ്കിൽ അയാളുമായിട്ട് കൂടാ എന്ന് പറയുന്ന ഭാഗമല്ല. മനസ്സിലായോ? കാരണം നമ്മളൊരു ചട്ടക്കൂടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടേ തോന്നും. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ വീട് വലുതും നമ്മൾ ചെറുതുമാണ്. പക്ഷെ ആ വീടിൻ്റെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ വലുതും വീട് ചെറുതുമാണ്. എന്നതുപോലെ നമ്മൾ എന്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചിന്തയും ഇതെല്ലാം വെറും ചെറിയ ഒരു വട്ടത്തിൽ കറങ്ങുന്ന സിസ്റ്റം മാത്രമാണ്. മറിച്ച് ഇതുണ്ടാവാൻ കാരണ വ്യവസ്ഥയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ടുള്ള തീരുമാനത്തിലാണ് നമ്മൾ താതാമ്യം പ്രാപിക്കുന്നതെങ്കിൽ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി കളയുന്നതിന് പകരം നമ്മൾ ഈ മനസ്സ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള പ്രവർത്തനങ്ങളെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം അവിടെയാണ് ഈ വിശ്വാസം മാറിപ്പോണത്, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ പരിമിതികൾ തീരുമാനിച്ചു വെച്ചിന്. എനിക്ക് വിശക്കുമ്പം ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ എനിക്ക് ഈ ദൈവം എൻ്റെ കൂടെ ഉള്ളത്. ബാക്കിയുള്ള മറ്റൊരാളെ പറ്റിയോ അല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വ്യവസ്ഥിതിയുള്ള ഒരു ഭാഗം, അതും ഈ ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് നമ്മളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാരിക്കൂട്ടുമ്പം നമ്മൾ തിരിച്ചറിയുക ഇത്രയും മനോഹരമായൊരു ജീവിതം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി തന്നതാണ്. അത് വേറെ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയട്ടെ, അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉള്ളതെന്ന് മറ്റുള്ളവരെ ചോദ്യം ചെയ്യണ്ട. അവനവനുമായിട്ട് നിരന്തരം ഒരു സംഭാഷണം അല്ലെങ്കിൽ അവനവനുമായിട്ട് ആ സംസാരിക്കണ അല്ലെങ്കിൽ ആ സമ്പർക്കമുള്ള ആ ഒരു ഭാഗം ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മറ്റൊരാളും തരണ്ട, മറ്റാരെയും ഒഴിവാക്കണ്ട, ഒരു മതത്തിൽ നിന്നും മാറണ്ട, ഒരു ഗുരുവിൽ നിന്നും മാറണ്ട. പക്ഷേ അവനവനായിട്ടിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കാൻ നിങ്ങളിൽ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രം ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഞാൻ മഹത്തായ ഒരു ഗുരുവിൻ്റെ കീഴിലാണെന്ന് പറയുമ്പം ഇപ്പം അനുഭവിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കുക. വെറുതെ നോക്കിയാൽ മതി. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട്, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അല്ലാതെ ഇതിൽ ഒരു പരാക്രമം പിടിച്ച ഒരു പണിയും ഇല്ല, മനസ്സിലായ? നമ്മളെ തീരുമാനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ തീരുമാനത്തെ എടുത്തു കളഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ തീരുമാനവുമായിട്ട് താതാമ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ട് താതാമ്യം പ്രാപിച്ച് നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമായിട്ട് വെറുതെ ചേർന്ന് നിന്നാൽ മതി. അപ്പോൾ ഉണ്ടാക്കിയ കുറേ നിയമങ്ങൾ അതെല്ലാം പൊട്ടയായ നിയമമാണ്. കാരണം ആ പൊട്ടയായ നിയമത്തിലായതുകൊണ്ടാണല്ലോ അടുത്തൊരാളെ കാണുമ്പോൾ അവൻ ഹിന്ദുവാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിമാണെന്ന് പറയപ്പെടേണ്ടി വരുന്നത്. കാരണം അത് ഉണ്ടാക്കിയ നിയമമാണ്. ഉള്ള നിയമത്തിൽ എല്ലാം ഒരുപോലെ പ്രവർത്തിക്കാൻ ഒരേ കാരണമാണ്. എല്ലാത്തിൻ്റെയും കാരണം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോൾ ആ തിരിച്ചറിവിനെ മനസ്സിലാക്കി കളയല്ല, ആ തിരിച്ചറിവ് അനുഭവിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിൽ ആക്കി കളയരുത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.